ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഒരുവിധം അങ്ങനെ പോണു. തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് നിങ്ങളെല്ലാരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ട്രാവലിങ്ങിന് പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സ് മുഷിഞ്ഞ് ശരീരം മുഷിഞ്ഞ് ഒരു ടയേർഡായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറ്റി രണ്ട് ശകലം ചോറ് കഴിച്ചാൽ നമുക്ക് നല്ലൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ഈ ചമ്മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചെറിയ ഉള്ളി ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നെല്ലിക്ക, കണ്ടോ? ഇതാണ് നെല്ലിക്ക ചമ്മന്തിയാണ്. നല്ല നെല്ലിക്ക, ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള 3 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ, ഒരു വലിയ മുളകായതുകൊണ്ടാണ് പകുതി എടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടി കുറച്ചുണ്ട്. പിന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടിയും ഉണ്ട്. ഒരു പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അധികം കൊടുക്കുന്ന നമ്മുടെ പച്ച കറിവേപ്പില, നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ച കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ വെച്ചും കൊണ്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം കണ്ടല്ലോ, എല്ലാം കേട്ടല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ഇതെല്ലാം ഒന്ന് അരച്ച് റെഡിയാക്കുക. അത്രയേ വേണ്ടൂ. ഇത് കടുക് വറുക്കുകയോ അതിനെ വേവിക്കുകയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇങ്ങോട്ട് നുറുക്കിയെടുക്കുക, മിക്സിയിലോട്ട് ഇങ്ങോട്ട് അരയ്ക്കുക, ചോറിനോടൊപ്പം കഴിക്കുക. അത്രയേ വേണ്ടൂ. വളരെ നല്ല പോഷകഗുണമുള്ള ഒരു ചമ്മന്തി. ഇത് മാത്രം വെച്ച് ചോറുണ്ടാൽ പോലും നമുക്ക് അന്നത്തേക്കുള്ള പോഷക മൂല്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഉള്ളി അതിൻ്റെ ഉപയോഗത്തിന് ചെയ്തോളും. നെല്ലിക്ക അത് ഒരുപാട് ഉപയോഗം ചെയ്യും. കറിവേപ്പില അതുപോലെ, ഇഞ്ചി അതുപോലെ. പിന്നെ തേങ്ങ മുളകൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ദിവസവും എല്ലാ കറികളിലും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? വളരെ പോഷകമൂല്യവും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചമ്മന്തി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാ പേർക്കും വളരെ ഇഷ്ടപ്പെടും. ആ കറിവേപ്പിലയും ഇഞ്ചിയും നെല്ലിക്കയും പച്ചമുളകും എല്ലാം തന്നെ ഇതിനോടൊപ്പം അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.